Hello, good morning. Good morning, ma'am. Ready ayo? Bookum note ഒക്കെ എടുത്ത് വെച്ച് എല്ലാവരും. Yes, ma'am. Yes. Yes. So start ചെയ്യാം. ഇന്ന് ക്ലാസ് നമ്മള് എന്താ പറയാ 10:28 ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം എല്ലാവരും തന്നെ ജോയിൻ ചെയ്തു അല്ലെ? ഓൾമോസ്റ്റ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരിൽ കുറച്ചധികം പേരുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോ ചിലപ്പോ ആരും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഒരാള് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് കുറച്ചും കൂടി അധികം പേരെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി നമ്മളത് ഇതൊക്കെ ആക്കിക്കൊണ്ടിരുന്നപ്പോ തന്നെ ആളുകളെ കണ്ടു. അതിന് വളരെ നല്ല ഒരു താങ്ക്സ് കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു ക്ലാസ് നമ്മൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മളൊരു ഫിലിം കാണാനാണെങ്കിലും നമ്മൾ 5-10 മിനിറ്റ് നേരത്തെ പോകും അല്ലെ? ഇവൺ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരത്തെ പോകും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വൈകിക്കും. അത് കുഴപ്പമില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലെ? അത് പാടില്ല. എല്ലായിടത്തും നമ്മൾ ഷാർപ്പായിരിക്കണം, പങ്ക്ച്വൽ. അതെവിടെയും അതൊക്കെ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ജോലിയൊക്കെ കിട്ടി ജോലിക്കൊക്കെ പോകുമ്പോ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ അല്ലെങ്കിൽ ആദ്യത്തെ മാസമൊക്കെ കറക്റ്റ് ടൈമിങ്ങിന് ചെന്നു. പിന്നത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോ അവരൊക്കെ വൈകി വന്നതല്ല ഇടയ്ക്ക് കുഴപ്പമില്ലായിരിക്കും. ഉള്ളത് നമ്മൾ നോക്കണ്ട. നമ്മൾ യൂണിക് ആവണം എവിടെയും അല്ലെ? ഒരു യൂണിക് പേഴ്സണാലിറ്റി ആകുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യം. സോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചില ഫാക്ടേഴ്സ് ഇങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡിഫറെന്റ് ആക്കാം മറ്റുള്ളവരിൽ അല്ലെ? എല്ലാവരെയും പോലെ എല്ലാവരും ആയാൽ ശരിയാവില്ല. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എവിടെ വരെ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? Section 33. യെസ്, 33 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? പിറ്റ്സ്, സ്റ്റംപ്സ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോർ ആൻഡ് അതേഴ്സ് അല്ലെ? അതായത് ഫാക്ടറിക്കകത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴികള് അല്ലെ, അതുപോലെ വിള്ളലുകള് എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലോറൊക്കെ വിണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെസൽസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ മെയിൻ്റനൻസിനായി കിടക്കുന്ന വെസൽസ് അല്ലെങ്കിൽ മെഷീൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ശരിക്കും നമുക്കറിയാം ഇറ്റ്സ് ഡേഞ്ചർ പാർട്ട്. അതൊക്കെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില എന്താ പറയാ നോട്ടീസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഡേഞ്ചറിനെ സൂചിപ്പിക്കുന്ന വാർണിംഗ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റു വർക്കേഴ്സിനെ ആ ഒരു ഏരിയയിലേക്ക് കടക്കാനോ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാനോ അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും. സോ അതാണ് സെക്ഷൻ 33 പറയുന്നത്. സോ എവറി ഫാക്ടറി ഷുഡ് മെയിൻറ്റെയിൻ സച്ച് ഡിസ്ക്രിപ്ഷൻസ് ഓർ പ്രൊവിഷൻസ്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ നിയമപരമായ രീതിയിൽ തന്നെ എല്ലാ ഫാക്ടറീസും കീപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ സെക്ഷൻ 33 പറഞ്ഞിരിക്കുന്നത്. ഓരോ സെക്ഷനും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പഠിക്കണം ഏതാണ് ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അതാണ് നിങ്ങളോട് കൂടുതലും പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങളോട് ലോഡ് തന്നിട്ടില്ല, വർക്ക് ലോഡ് തന്നിട്ടില്ല. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 34 ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എക്സസീവ് വെയ്റ്റ്സ്, അമിതമായ ഭാരത്തെ കുറിച്ചാണ് പറയുന്നത്. See, if any people or the workers working in a factory is not allowed to pick up or shift or also bear a load which is injurious to their health or which is harmful to their health. അതായത് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോഡ് പൊക്കണം, അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭാരം പൊക്കുമ്പോൾ അത് അവരുടെ ഹെൽത്തിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി നഷ്ടപ്പെടുകയാണ്. എത്രയും ഓവർലോഡ് ആയിരുന്നത് അതൊക്കെ കൊണ്ട് എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നതിലും ലോഡ് പൊക്കുന്നതിലും തിരിക്കുന്നതിലും ഒക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. സെക്ഷൻ 34 പറയുന്നത് സെക്ഷൻ എന്താ പറയാ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഒരു മാക്സിമം ബെയറബിൾ ലോഡ്
എത്രയാണ്? ഇവര് ഓരോ വർക്കേഴ്സിനും ഷിഫ്റ്റ് ചെയ്യാനോ പൊക്കാനോ പറ്റുന്ന മാക്സിമം വെയിറ്റ് എത്രയാണെന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു. അതിൽ അമിതമായിട്ട് കൂടുതലായിട്ട് ആരും ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്താ പറയാ, അഡൽറ്റും അതുപോലെ തന്നെ വുമണും അതുപോലെ തന്നെ യങ് മെനും പിന്നെ ചൈൽഡ് എല്ലാവർക്കും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനനുസരിച്ച് മാത്രം അവർ പൊക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യോ ഒക്കെ ചെയ്യാൻ പാടില്ല. ആ ലിമിറ്റേഷൻസിന് അമിതമായിട്ട് അല്ലെങ്കിൽ അതിന് അപ്പുറമായിട്ടുള്ള ലോഡുകൾ ഇവരാരും ബെയർ ചെയ്യാൻ പാടില്ല, ബോൺ ചെയ്യാൻ പാടില്ല, എടുത്തോണ്ട് വഹിച്ചോണ്ട് പോകാൻ പാടില്ല എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. അത് നമ്മളുടെ ഫാക്ടറീസ് ആക്ടും അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അതിനെ എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഫാക്ടറീസ് ആക്ട് 1948 റെക്കമെൻഡ് ചെയ്യുന്ന അതേ കാര്യം തന്നെ സ്റ്റാറ്റ്യൂട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതേ കാര്യങ്ങൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിനെ പിന്താങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സോ മാക്സിമം ബെയറബിൾ ലോഡ് ടു ബി പിക്ഡ് അപ്പ് ബൈ ദ അഡൽട്ട് മെൻ, then young women and also young men, then child workers. ഇവരെല്ലാവരും വഹിക്കേണ്ട ഓരോ വെയിറ്റിന്റെ ആ ഒരു മാക്സിമം ലിമിറ്റ് അതിനപ്പുറം ആരും വഹിക്കേണ്ട എന്നുള്ളതാണ് സെക്ഷൻ 34 പറഞ്ഞിരിക്കുന്നത്. എക്സസീവ് വെയിറ്റ്, എക്സസീവ് വെയിറ്റ് എന്ന് പറയുന്നത് മാക്സിമം വെയിറ്റിനേക്കാൾ അപ്പുറം ഉള്ളത്. മനസ്സിലായോ? ക്ലിയർ ആയോ? 34 പോയിന്റ് മനസ്സിലായോ? സെക്ഷൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒന്ന് വായിച്ചു നോക്കാമോ? 2 സെന്റൻസേ ഉള്ളൂ. Any person working in a factory is not allowed to pick up, shift or bear a load beyond his means and that can cause injury or harm. അതായത് എന്തെങ്കിലും മുറിവുകൾ വരാം, അല്ലെങ്കിൽ അപകടമാകാം, ഇതെന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അവര് ഉദ്ദേശിക്കുന്ന ആ ഒരു ലിമിറ്റേഷൻസിന്റെ വെയിറ്റിനേക്കാൾ കൂടുതലായാൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് can recommend the maximum bearable load to be picked up, shifted or borne by ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ, ഒരു എന്താ പറയാ പ്രായപൂർത്തിയായ വുമൺ, അതുപോലെ തന്നെ യങ് മെൻ, യൂത്ത് ആയിട്ടുള്ള ആളുകള്, അതുപോലെ ചൈൽഡ് വർക്കേഴ്സിന് ഒക്കെ എത്രയൊക്കെ ബെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര ആണോ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ അവര് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അതിൽ കൂടുതൽ ഓവർലോഡൊക്കെ ആളുകളെ കൊണ്ട് എടുപ്പിച്ച് ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വന്നു, സോ ദ ഫാക്ടറി ഹാവ് ടു റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിന് ഉത്തരവാദി പറയേണ്ടത് നമ്മളുടെ ഫാക്ടറി തന്നെയാണ്. ഫാക്ടറിയിലെ മാനേജ്മെന്റോ ആരാണോ അവർ അതനുസരിച്ചുള്ള പിഴയോ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ എന്തോ ഒക്കെ വഹിക്കേണ്ടി വരും. ഓക്കെ, യെസ്, ക്ലിയർ ആയല്ലോ? ഇനി പറയണ്ടല്ലോ അത്. അഗെയിൻ നമ്മുടെ സെക്ഷൻ 35 ആണ്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. കണ്ണുകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ചില വർക്ക് when the workers are doing some performing their work in a job, അതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ജോബുകളൊക്കെ അവർ ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് അവരുടെ കണ്ണുകൾക്ക് ചിലപ്പോ ഹാനികരമാകാം. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ഫാക്ടറി അവരെ അനുവദിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതെന്തൊക്കെയാണോ ചെയ്യേണ്ടത്? പ്രൊട്ടക്ട് ദെയർ ഐസ്. വർക്കേഴ്സിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവമാണ് കണ്ണെന്ന് പറയുന്നത്, അല്ലെ? കണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. കണ്ണിന്റെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കണ്ണിനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യാം, അതിന് വേണ്ടിയുള്ള പ്രിവെൻഷൻ മെഷേഴ്സ്, അതുപോലെ തന്നെ പ്രിക്കോഷൻസ് ഹാവ് ടു ബി ടേക്കൺ. അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പൊ നമുക്കറിയാം, ഇങ്ങനെ പൊടിപടലങ്ങള് ഇതൊക്കെ അവിടെ അധികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, ചില ആൾക്കാരില്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ, ഇപ്പൊ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടോ നിങ്ങൾ? വെൽഡിംഗ് വർക്കുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ ഇപ്പോ എന്താ പറയാ, നമ്മുടെ റൂഫൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡ്രസ് വർക്കൊക്കെ, അവരൊക്കെ ചെയ്യുമ്പോൾ അവര് ഒരു വലിയ ഗ്ലാസ് വെക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ മുഖത്തൊരു ഷീൽഡ് പോലത്തെ ഒരു സ്ക്രീൻ പോലെയൊക്കെ ഫ്രണ്ടിൽ വെക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ഉപയോഗിക്കും. കാരണം അതിൽ നിന്നൊക്കെ ഈ സ്പാർക്ക്, അതായത് ഫയറിന്റെ സ്പാർക്സ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വരും, അല്ലെ? അത് കണ്ണിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് പോകാതിരിക്കാനായിട്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയൽസ് അവർ ഉപയോഗിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ക്രീൻസ്, ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ വലിയ കണ്ണടയാണ്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അല്ലാതെ കണ്ണ് അത് വെച്ചിട്ട് വായിക്കാനോ ഇതിനൊന്നും ഉള്ളതല്ല, ഗോഗിൾസ് എന്നാ പറയാം, അല്ലെ? അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് അതൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കണം ഫാക്ടറീസിൽ. അല്ലാതെ അതൊക്കെ ആൾക്കാരോട് വീട്ടിൽ നിന്ന് കൊണ്ടിരണമെന്നല്ല,
ഫാക്ടറിയിൽ അവർക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് ഉപയോഗിച്ച് തന്നെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക. അല്ലാതെ അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാതെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് ജോലി ചെയ്യുന്നു, അത് കണ്ണിലേക്കൊക്കെ വല്ല കാര്യങ്ങളൊക്കെ ചെന്ന് വീണ് കണ്ണൊക്കെ പോയി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാകും. സോ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ മേക്ക് സം പ്രൊവിഷൻസ്. അതിന് വേണ്ടിയിട്ട് സ്ക്രീൻസ് ആൻഡ് ഗോഗിൾസ് ഒക്കെ നിർബന്ധമായും വർക്കേഴ്സ് വെക്കണം എന്നുള്ള ആ ഒരു റെസ്ട്രിക്ഷൻ തന്നെ ഫാക്ടറിയിൽ കൊണ്ടുവരണം. സോ ഇറ്റ് വിൽ അവോയ്ഡ് സം ഹാർംഫുൾ ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ ഐസ്. വർക്കേഴ്സിന്റെ കണ്ണുകളൊക്കെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ചില കുത്തനെയുള്ള ലൈറ്റ് ഒക്കെ വന്ന് അടിക്കാതിരിക്കാൻ അതും ഈ ഗോഗിൾസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. കണ്ണിലേക്ക് ഭയങ്കര ശക്തമായ വെളിച്ചമൊക്കെ വന്ന് പതിച്ചു കഴിഞ്ഞാലും കണ്ണിന് കേടാണ്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ സ്ക്രീൻസ് ആൻഡ് ഗോഗിൾസ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. ക്ലിയർ ആണോ? പാഠം തീരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പറയൂ. ആരുമില്ല പറയാറുണ്ടല്ലേ? യെസ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. അതിനകത്ത് നമുക്ക് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. പറയാം. The state government needs to make a provision for screens and goggles to protect the eyes of workers working in factories that have harmful flying particles in the atmosphere. അവിടെ വരെ മതി. അറ്റ്മോസ്ഫിയർ വരെ മതി കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷൻ പറഞ്ഞാലോ? പറഞ്ഞോട്ടെ. അടുത്തത് സെക്ഷൻ 36. Okay. Now, section 36 mentions about the precautions against dangerous gases, fumes and others. ഇനി വളരെ അപകടകാരിയായിട്ടുള്ള ഗ്യാസസോ അതുപോലെ തന്നെ പുകകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഫാക്ടറീസിൽ അതിനെതിരെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 36. അതായത് ഒരു നമുക്കറിയാം ഇൻ ഫാക്ടറീസ് പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് കൂടുതൽ നടക്കുന്നത്. ഫാക്ടറികളിലാണ് ഇതൊക്കെ കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫാക്ടറീസ് ആക്ട് 1948 തന്നെ കൂടുതലും അതിന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫാക്ടറീസിലാണ് കൂടുതലും പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നുള്ളൂ. മറ്റ് ഇന്ത്യൻ ഓർഗനൈസേഷനെ സംബന്ധിച്ച് സേവനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. അല്ലാതെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലും പ്രൊഡക്ഷൻ നടക്കുന്നു. അവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെസ്റ്റ് ഉണ്ടാകാം, ഫ്യൂം ഉണ്ടാകാം, പോയ്സണസ് ഗ്യാസ് ഉണ്ടാകാം, ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്ഥലങ്ങളില് അതിനൊക്കെ എന്താ പറയാ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ദേ ആർ നോട്ട്, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാങ്കുകൾ, ചില പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വലിയ ടാങ്ക് ആയിരിക്കാം, വലിയ പൈപ്പ് ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ വാറ്റ്, അതായത് ഈ ഇതുപോലെയുള്ള തുരങ്കം പോലത്തെ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ എന്താ പറയാ പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്തൊക്കെ ഫ്യൂംസ്, പോയ്സണസ് ഫ്യൂംസ് ഒക്കെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് മേ ബി ഡേഞ്ചറസ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ്. അങ്ങനെയുള്ള സാധനത്തിന്റെ അകത്തേക്കൊക്കെ കയറേണ്ടി വരുമ്പോ അങ്ങനെയുള്ള ആ പൈപ്പിന്റെ ഉള്ളിലോ അത്തരം ടാങ്കുകളുടെ ഉള്ളിലോ ഒക്കെ ചിലപ്പോഴൊക്കെ വർക്കേഴ്സിന് കയറേണ്ടി വരും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്. സോ ദേ ആർ നോട്ട് അലൗഡ്. അതൊക്കെ റെസ്ട്രിക്റ്റഡ് പ്ലേസ് ആണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വർക്കേഴ്സിനെ കയറാനായിട്ട് അനുവദിക്കാതിരിക്കുക പരമാവധി. ഇനി അങ്ങനെ എന്തെങ്കിലും കാരണവശാല് ഇൻ കേസ് ഇഫ് ദേ ഹാവ് ടു എൻറ്റർ ഇൻടു ഇറ്റ്, ഇത്തരം പൈപ്പില് അല്ലെങ്കിൽ ചേമ്പേഴ്സിൽ അല്ലെങ്കിൽ ടാങ്കിലൊക്കെ കടക്കേണ്ടി വരികയാണെങ്കിൽ അതിന് എന്ത് വേണം? പ്രോപ്പർ സർക്കംഫറൻസ് വേണം. എന്ന് വെച്ചാൽ ആവശ്യത്തിന് എന്തുണ്ടായിരിക്കണം? ചുറ്റളവ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ ആ എന്താ പറയാ ആ ദ്വാരത്തിന്റെ ഇപ്പൊ ഒരു വലിയ ഹോളിനകത്താണ് വലിയ പൈപ്പൊക്കെ പറയാലോ, നമുക്കറിയാലോ വലിയ പൈപ്പുകൾ കണ്ടിട്ടല്ലോ നിങ്ങള് നമ്മളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം വരുന്ന, നമ്മളുടെ വീട്ടിലൊക്കെ കുഞ്ഞു പൈപ്പാണ് ഈ ഇതില്ലേ PVC പൈപ്പുകൾ, അങ്ങനത്തെ ചെറുതാണ്. പക്ഷെ വലിയത് ഈ എന്താ പറയാ
ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പൈപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ വാട്ടർ കണക്ഷൻ ഒക്കെ ഡിലേ അല്ലെങ്കിൽ എന്താ പറയാ ഡേഞ്ചറിലാകുമ്പോ അവിടെയൊക്കെ തുറന്നു വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് കാണാം. അപ്പൊ വലിയ പൈപ്പാണ്, വലിയ സർക്കംഫറൻസ് ഉള്ള പൈപ്പാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ചിലപ്പോൾ കയറേണ്ടി വരും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ എങ്ങാനും കയറേണ്ടി വരികയാണെങ്കിൽ അതിന്റെ സർക്കംഫറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രത്തോളം ചുറ്റളവ് അതിനുണ്ട് നോക്കുക. ഒരു പ്രോപ്പർ ആയിട്ടുള്ള അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്, they recommend such a circumference of manhole. ഇങ്ങനെ മനുഷ്യന്മാർക്ക് കയറി പോകാൻ പറ്റുന്ന ഇത്തരം ഹോളുകൾക്ക് ഇത്ര സർക്കംഫറൻസ് വേണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിലൊരു അളവ് കൊടുത്തിട്ടുണ്ട്, ഫാക്ടറീസിന് അറിയാം ഈ ഒരു സർക്കംഫറൻസിലുള്ള ഹോൾസിലേക്ക് മാത്രമേ മനുഷ്യന്മാർക്ക് കടക്കാൻ പാടുള്ളൂ. അതിനേക്കാൾ ചെറിയ ദ്വാരത്തിലൂടെ ആളുകളെ കടത്തിവിട്ട് അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിപ്പോയി അതിനകത്തുള്ള ഗ്യാസസ് ഓഫ് ഫ്യൂംസ് ഒക്കെ ശ്വസിച്ച് ആളുടെ ഹെൽത്ത് പ്രോബ്ലം വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വലുതൊക്കെ സംഭവിച്ചു പോകും. സോ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു സർക്കംഫറൻസിലുള്ള മാൻഹോളിൽ മാത്രമേ വർക്കേഴ്സിന് കടക്കാൻ പാടുള്ളൂ. മാത്രമല്ല when they are entering to it, അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ they should be well equipped. അതിനാവശ്യമായ എക്യുപ്മെന്റുകളോട് കൂടി വേണം കയറാനായിട്ട്. such as breathing equipment. നമുക്കറിയാം ചില ആളുകളൊക്കെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കുഴൽ കിണറിൽ വീണിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സിനിമ ഉണ്ടല്ലോ, 1-2 സിനിമകളൊക്കെ ഉണ്ട്. ഒരു തമിഴ് ഫിലിം ഉണ്ട്, കുറച്ച് ഓൾഡ് മലയാളം ഫിലിം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നത് നമ്മൾ കണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സിനിമയുണ്ട്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട് അല്ലെ. ഇതിനകത്തേക്ക് ആളുകളെ നമ്മൾ ഒരാളെ ഇവിടെ അതായത് പെട്ടുപോയിട്ട് ആളെ രക്ഷിക്കാനായിട്ട് മറ്റൊരാളെ മുകളിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇതെങ്ങനെയാ? കറക്റ്റ് ആയിട്ട് ഇവരെ ബെൽറ്റില് റോപ്പൊക്കെ നന്നായി അറ്റാച്ച് ചെയ്ത് ഒരാളെയാണ് കടത്തിവിടുന്നത്. പക്ഷെ ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്ക് ഓക്സിജൻ അകത്തേക്ക് പോകുന്നതോറും നമുക്കറിയാം ഓക്സിജന്റെ ആ ഒരു കണ്ടന്റ് കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓക്സിജൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് ഈ ആളെ കടത്തിവിടുന്നത്. അത് മാത്രമല്ല ഇവരെ നല്ല ബെൽറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് അത് റോപ്പില് ഘടിപ്പിച്ചിട്ട് പുറത്തെത്തുന്ന ആളുകൾക്ക് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ പോകുന്ന ആളും പക്ഷെ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ പോകുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് പൊക്കത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഫാക്ടറീസിലും ഇതുപോലെയുള്ള പൈപ്പ് ലൈൻസില് ടാങ്കുകളില് ഒക്കെ കയറണമെങ്കിൽ ആവശ്യത്തിന് ആ മാൻഹോളിന്റെ സർക്കംഫറൻസ് ഒരു മാക്സിമം ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അത്രയും എന്താ പറയാ സർക്കംഫറൻസ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ വിത്ത് ഓൾ എക്യുപ്മെന്റ്സ്, അവർക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് വേണം. സച്ച് ആസ് ബ്രീത്തിങ് എക്യുപ്മെന്റ് വേണം, പിന്നെ എന്താ പറയാ റോപ്സ്, ബെൽറ്റ്, എനി ക്രൈസിസിനെയും നേരിടാൻ പറ്റിയ എല്ലാ എക്യുപ്മെന്റോട് കൂടി മാത്രമേ വർക്കേഴ്സിന് അതിനകത്തോട്ട് കയറ്റാൻ പാടുള്ളൂ. ഇനി മാത്രമല്ല പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് എൻഗേജിൽ ആകുന്നതിന് മുമ്പ് the workers must be given some instructions how to use these equipments. ഇത്തരം അറ്റാച്ച് ചെയ്ത് കൊടുത്തു വിട്ടേക്കണ എക്യുപ്മെന്റ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായി? ഇപ്പൊ ശ്വാസം മുട്ടിയൊക്കെ ഇതായി പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ചിലപ്പോ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വന്നു, നമുക്കത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് വർക്കേഴ്സിന് നേരത്തെ കൂട്ടി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 36 സെക്ഷൻ 36 പറയുന്നത്. പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. സെക്ഷൻ 36. ക്ലിയർ ആയോ?
ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. ഇവിടെ ടാങ്ക്, ചേംബർ ഒക്കെ പറയുന്നുണ്ട് കേട്ടാ. വാറ്റ്, ഈ എന്താ പറയാ, വലിയ പാത്രമൊക്കെയാണ്, വലിയ പാത്രം. അതായത് വാറ്റ് എന്ന് പറഞ്ഞ കുട്ടളം എന്നൊക്കെ പറയും. അങ്ങനത്തെ വലിയ ടാങ്കുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പൈപ്പ്, വലിയ പൈപ്പുകള്, പൈപ്പ് ലൈൻസ് ഒക്കെ നമുക്ക് റോഡിൽ കൂടിയൊക്കെ ഉള്ള വലിയ അണ്ടർഗ്രൗണ്ടിൽ കൂടിയൊക്കെ വിട്ടേക്കണ വലിയ പൈപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സർക്കംഫറൻസ് ഒരു പ്രത്യേക മെഷർമെന്റ് ആണ്. ആ മെഷർമെന്റിന് താഴെയുള്ള സർക്കംഫറൻസ് ആണ് പൈപ്പിലുള്ളതെങ്കിൽ, ചുറ്റളവാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് കൂടി പോകാൻ പാടില്ല. അതിന് ലിമിറ്റ് ഉണ്ട്, അതനുസരിച്ച് മാറണം. പിന്നെ ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കത്തിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൊള്ളുകളില്ലേ, ചിമ്മിണിയുടെ ഒക്കെ പൊക്കത്തില്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ വന്നു വരുമ്പോൾ ചിലപ്പോൾ വർക്കേഴ്സിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അത് വേറെ രീതിയിലേക്ക്, അവരുടെ അപകടകരമായിട്ടുള്ള രീതികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിന് പ്രിക്കോഷൻസ് എടുക്കാനാണ് 36 പറയുന്നത്. അടുത്ത പറഞ്ഞോട്ടെ, 36 തന്നെയാണ്, വീണ്ടും 36A ആണ് കേട്ടോ. 36 തന്നെ മറ്റൊരു സെക്ഷൻ കൂടി പറയുന്നുണ്ട്, 36A, പ്രിക്കോഷൻ റിഗാർഡിംഗ് ദ യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. പോർട്ടബിൾ, സ്ഥലത്തൊക്കെ മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇലക്ട്രിക് ലൈറ്റ്. ഇനി ഇലക്ട്രിക് ലൈറ്റുകളും ചിലപ്പോഴൊക്കെ നമുക്ക് ഇത്തരം കുഴലുകളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ കുഴല്, ചേംബേഴ്സ്, വാറ്റ്, ഇതിന്റെയൊക്കെ പൈപ്സ്, ഇതിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ നമുക്ക് ലൈറ്റ്, അതായത് വെളിച്ചത്തിന് വേണ്ടി ലൈറ്റുകൾ കൊണ്ടുവേണ്ടി വരും അല്ലെ? വേണ്ടി വരൂലേ? ലൈറ്റ് ഉണ്ടാവോ? അകത്തേക്ക് കയറി ചെല്ലുന്തോറും വലിയ കുഴല്, തുരങ്കം, അതിനകത്തൊക്കെ ലൈറ്റ് ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ലൈറ്റ് വേണം. സോ പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് ഈസ് യൂസ്ഡ്. അതിന് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഇലക്ട്രിക് ലൈറ്റുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ while we are using such a electric light, voltage more than 24 volts must not be allowed inside such chambers, vat, pipes, etc. ഇതുപോലുള്ള ചേംബേഴ്സില്, വാറ്റുകളില്, അതുപോലെ പൈപ്സിനകത്തൊക്കെ 24 വോൾട്ടിൽ കൂടുതൽ പവർ ഉള്ള ഇലക്ട്രിക് ലൈറ്റുകൾ അനുവദനീയമല്ല. അത്രയും അതിനേക്കാൾ കുറവുള്ളത് കൊണ്ടുപോകാൻ പാടില്ല. അല്ലെങ്കിൽ മാക്സിമം 24 വോൾട്ട്, അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇതിനകത്തേക്ക് പോകുന്നതോറും പലതരത്തിലുള്ള ഗ്യാസ് ഫോംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ ഇത് ചൂട് കൂടുമ്പോ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിനകത്തൊക്കെ എക്സ്പ്ലോഷൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, തീപിടുത്തം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നാണ് 36A പറഞ്ഞിരിക്കുന്നത്. ഇനി ആ സ്പേസ് നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വേണമെങ്കിൽ എന്താ പറയാ, ഇഫ് സച്ച് സ്പേസ് കണ്ടെയ്ൻസ് കമ്പ്യൂസ്റ്റബിൾ ഡസ്റ്റ്, വലിയ ഒരു പൊടി ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഗ്യാസ് ഫ്യൂംസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന സ്ഥലമാണെങ്കിൽ എന്താണ്, ഫ്ലെയിം പ്രൂഫ് ലാംപ്സ്, അതായത് ഫ്ലെയിം ഇല്ലാത്ത രീതിയിലുള്ള, തീ വരാത്ത രീതിയിലുള്ള ലാംപ്സുകൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 24 വോൾട്സിനേക്കാൾ കുറവ്, അല്ലെങ്കിൽ 24 വോൾട്ട് അത്രയുമുള്ള പവർ ഉള്ള പോർട്ടബിൾ ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കാം. 36A അതിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും കുറച്ച് പേരൊന്നു എല്ലാവരും ഒന്ന് എസ് അല്ലെങ്കിൽ തമ്പക്കിട്. അപ്പൊ ഇതിനകത്ത് ഒരു സെന്റൻസ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ആണ് ഏതാ? പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് ഓർ എനി അതർ സച്ച് ഇലക്ട്രിക് appliances using voltage more than 24 volts must not be allowed inside any confined space. ഇത് ഇടുങ്ങിയ സ്ഥലത്ത്, such as tank, pipe, chamber, vat or flue. അവിടെ വരെ ഫ്ലൂ എന്ന് പറഞ്ഞ ചിമ്മിനി, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. 24 വോൾട്സിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. പറയട്ടെ അടുത്തത് സെക്ഷൻ 37. പറയണ്ട, അതിനുണ്ടല്ലോ. എന്താ ഒരു ഭയങ്കര കുറെ ദിവസമൊക്കെ കാണാണ്ടിരുന്നിട്ട് കണ്ടപ്പോ ഇന്നൊരു മടി പോലെ തോന്നണം എനിക്ക്. നിങ്ങൾക്ക് ഇല്ലേ? എന്റെ തോന്നലായിരിക്കും. മടിയുണ്ടാ? വെറുതെ ഇല്ല, മടിയുണ്ടെന്ന്. കുറച്ച് ദിവസം 2 ദിവസം ക്ലാസ് ഉണ്ടായില്ലല്ലോ. മടിയില്ലാന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നണേ
കുട്ടികളുടെ പോലെ മടി പിടിച്ചു 2 ദിവസത്തെ ക്ലാസ്സിലുണ്ടായിപ്പോ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ കാണാം. സെക്ഷൻ 37 ആണ് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലമബിൾ ഡസ്റ്റ് ഗ്യാസ് എക്സെട്ര. എക്സ്പ്ലോസീവ് ആകുന്നത് തീപിടുത്തം ഉണ്ടാകാൻ ഇൻഫ്ലെയിം ആകാനായിട്ട് സാധ്യതയുള്ള ഡസ്റ്റ് ഗ്യാസ് അത് സെപ്പറേറ്റ് പറയുന്നതാണ്. സോ ഓൾ ദ പ്രിക്കോഷൻസ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് സച്ച് എക്സ്പ്ലോഷൻസ് ഡ്യൂ ടു ഇൻഫ്ലമബിൾ ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. അതായത് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഡസ്റ്റോ അല്ലെങ്കിൽ ഗ്യാസോ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആവശ്യത്തിന് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില പ്രിക്കോഷൻസ് അവർ പറയുന്നുണ്ട്. എന്തൊക്കെ പ്രിക്കോഷൻസ്? ചിലത് 2-3 കാര്യം പറയുന്നുണ്ട്. എന്താ? ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ. ഇത്തരം പ്രൊസീജിയേഴ്സിന്, അതായത് പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ, അത്തരം ഡസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂടി കിടന്നിട്ടൊക്കെ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കവർ ചെയ്ത് ഇഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്താണ് അത്തരം മെഷീനറിയോ പ്ലാന്റോ ഒക്കെ ഉപയോഗിക്കേണ്ടത്. അത് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യും. ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിംഗ് ദ കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂം, വേപ്പർ ഓർ ഗ്യാസ്. ഇത്തരം ഗ്യാസോ അല്ലെങ്കിൽ ഡസ്റ്റോ അല്ലെങ്കിൽ ഈർപ്പമോ ഒക്കെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ, അതെങ്ങനെ നമുക്ക് ആ വേസ്റ്റുകളെ, അത്തരം വേസ്റ്റുകളെ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അല്ലെ, ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അങ്ങനെ ഡിസ്പോസിങ് നടത്തുക. അതായത് അവിടെ കുന്നുകൂടി കിടക്കാൻ ഇത്തരം ഡസ്റ്റുകളും ഇത്തരം ഗ്യാസൊക്കെ അവിടെ കൂടുതൽ കളക്ട് ചെയ്യപ്പെടാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക. പ്ലാന്റ് മെഷീനറികളൊക്കെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കവർ ചെയ്യുക. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്തരം ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസ്, വേപ്പേഴ്സ്, ഫ്യൂംസ് ഒക്കെ കളക്ട് ചെയ്യപ്പെടുമ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള മെഷേഴ്സ് തീർച്ചയായിട്ടും ഫാക്ടറീസ് ഉണ്ടാക്കുക. Prohibiting the covering of any kind of explosive. ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്ത് തന്നെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള എന്ത് സാധനമാണെങ്കിലും അതൊക്കെ ഒരു കവർ, അതിനൊരു പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരം എക്സ്പ്ലോഷനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടി നമ്മൾ കവർ ചെയ്തതിനെ അതിനെ ഉപയോഗിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളും ഏറ്റവും അത്യാവശ്യം ഫാക്ടറീസ് അവലംബിക്കേണ്ട ചില സേഫ്റ്റി അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. എങ്ങനെ? ഡസ്റ്റ് അതുപോലെ തന്നെ ഗ്യാസ് ഒക്കെ ഇൻഫ്ലേമബിൾ കണ്ടീഷൻസിലാണെങ്കിൽ, ചില പൊടിപടലങ്ങളൊക്കെ പെട്ടെന്ന് തീപിടുത്തത്തിന് കാരണമാകും. അപ്പൊ ഇതൊക്കെ കവർ ചെയ്ത് അത്തരം പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന മെഷീനറി, പ്ലാന്റ് ഒക്കെ കവർ ചെയ്ത് ഉപയോഗിക്കുക. ഇത്തരം ഡസ്റ്റും ഫ്യൂംസും വേപ്പേഴ്സും അതുപോലെ ഗ്യാസും ഒക്കെ കളക്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള രീതികൾ അവലംബിക്കുക. പിന്നെ മാത്രമല്ല ഡസ്റ്റോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോസീവ് ആകുന്ന എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ക്ലിയർ? മനസ്സിലായോ? ആ 3 പ്രിവെന്റീവ് മെഷേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ നമുക്ക് എക്സ്പ്ലോഷൻ തടയാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് കേട്ടാ. പ്രിവെന്റീവ് മെഷേഴ്സ് നീഡഡ് ടു അവോയ്ഡ് എക്സ്പ്ലോഷൻ, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടാ. എന്നിട്ട് ആ 3 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ആ ഒരു സെന്റൻസിന്റെ ഭാഗം പ്രിവെന്റീവ് മെഷേഴ്സ് നീഡഡ് ടു അവോയ്ഡ് എക്സ്പ്ലോഷൻ ഏതൊക്കെയാണ്? ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ സച്ച് പ്രൊസീജിയേഴ്സ്, disposing of or avoiding the collection of dust, fumes, vapors, gas, etc. Prohibiting the covering of all kinds of explosive. എന്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള, തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളാണെങ്കിലും അതൊക്കെ കവർ ചെയ്ത് സംരക്ഷിക്കുക. മനസ്സിലായ? യെസ്, പറഞ്ഞോട്ടെ. അടുത്തത് ഓക്കെ. നൗ സെക്ഷൻ 37 ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ 38 ആണ്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ്. നിങ്ങളൊന്ന് എഴുതി ചേർക്കുക കേട്ടാ. സെക്ഷൻ 38 പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ സെക്ഷൻ 38 ആണ്. അതവിടെ പറഞ്ഞിട്ടില്ല, അതവിടെ വിട്ടുപോയതാണ്. സെക്ഷൻ 39 അതിന്റെ അടിയിലുണ്ട്, സെക്ഷൻ 40 ഉണ്ട്, 41 ഉണ്ട്. ഓക്കെ. Yes, every factory needs some adequate equipment to save the life of the employees in situation of fire. ഏതൊരു ഫാക്ടറീസ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടി ഫയർ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെ? അതായത് അവരുടെ ലൈഫിനെ സേവ് ചെയ്യാനുള്ള
തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ വേപ്പർ അല്ലെങ്കിൽ ഡസ്റ്റ് ഇതൊക്കെ കൂടി കിടന്നിട്ട് അവിടത്തൊക്കെ എക്സ്പ്ലോഷൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു. പക്ഷേ ഇൻ കേസ് എന്നാലും ഇത്തരം പ്രിക്കോഷൻസ് എടുത്തിട്ടും ഇഫ് സംതിങ് ഹാപ്പൻ ലൈക്ക് എക്സ്പ്ലോഷൻ, ഇതുപോലുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പ്രിക്കോഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ടോ? ഇല്ല. സംഭവിച്ചു പോയി. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് കുറെ സംഭവിച്ചു പോയി. നെക്സ്റ്റ് വാട്ട് ടു ഡു, അടുത്തത് എന്താ ചെയ്യണ്ടേ? അപ്പൊ അതിന് എല്ലാ ഓർഗനൈസേഷനും, ഇന്നത്തെ കാലത്ത് എല്ലാ ഓർഗനൈസേഷനിലും അതുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൂടി കിട്ടിയാലാ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതറിയാമോ നിങ്ങൾക്ക്? വലിയ വലിയ ബിൽഡിങ്സ് മീൻസ് നമ്മളുടെ എന്താ പറയാ നമ്മുടെ വീടുകളല്ല, നമുക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല, അതല്ലാതെയുള്ള ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൂടി നമുക്ക് കിട്ടണം. എന്ന് വെച്ചാൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക്, അതായത് ഒരുപാട് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യണം അല്ലെ. ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രെമിസസും അതുപോലെ അതിനുള്ള ബിൽഡിംഗ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. പഞ്ചായത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തിരി ലൈസൻസും അതുപോലെ തന്നെ പേപ്പേഴ്സ് ക്ലിയറൻസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിലൊന്നാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ. എന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് എനി ടൈപ്പ് ഓഫ് എക്സ്പ്ലോഷൻസ് ഒക്കെ ഇതുപോലെയുള്ള തീപിടുത്തമൊക്കെ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഹൗ വി വിൽ സേവ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ഇൻ ദർ, അവിടെ അതിനകത്തുള്ള ആളുകളുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, അതിനുള്ള പ്രിക്കോഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഓർഗനൈസ് ഇത്തരം ഫാക്ടറീസിൽ എന്തായാലും അത് വേണം, അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. അത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഏതെങ്കിലും ഒരു പ്ലേസോ കണ്ടിട്ടുണ്ടോ? മാളുകളിലുണ്ട്. വെരി ഗുഡ്. അതെ, മാളിൽ മാത്രമുള്ളോ? വേറെ മാളുകളിലുണ്ട്. ഫയർ എന്താ പറയാ, ഒരു ഇത് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഗ്യാസ് സിലിണ്ടർ പോലത്തെ ചെറുത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എന്താ പറയാ, ഹോസ്പിറ്റൽസിൽ ഓക്കെ പെട്ടെന്ന് ഫയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗ്യാസ് എടുത്തിട്ട് അത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ, ആ തീനെ കെടുത്താൻ വേണ്ടിയുള്ള ഗ്യാസ് ആണ് ഈ പറഞ്ഞ സിലിണ്ടറിൽ, ഒരു കുഞ്ഞു സിലിണ്ടർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ സാധനമാണ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് റിലീസ് ചെയ്ത് ആ ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്, കെടുത്തുന്നത്. ഹോസ്പിറ്റൽസിലുണ്ട്, സ്കൂളുകളിലുണ്ട്, പിന്നെ നമ്മളുടെ എന്താ പറയാ പെട്രോൾ പമ്പുകളിലുണ്ട് ഇല്ലേ, ഒരുപാട്. അത് ഞാൻ പറഞ്ഞ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എന്താ പറയാ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഫയർ വരുമ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ചില വലിയ ഡോറുകൾ, അതെപ്പോഴും ലോക്ക് ആൻഡ് ഷട്ട് രീതിയിലായിരിക്കും അല്ലെ. വലിയൊരു ഡോർ കണ്ടിട്ടില്ലേ? നമ്മളുടെ ബസ്സിലൊക്കെ ഇല്ലേ, വലിയ ബസ്സുകളൊക്കെ, നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന വലിയ ബസ്, അതിനകത്തൊരു എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഡോർ കാണാം. കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മള് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ വണ്ടിക്കകത്തൊക്കെ ഇഷ്ടംപോലെ ഇതുപോലുള്ള എക്സ്പ്ലോഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, വണ്ടിക്ക് തീ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശക്തിയിൽ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഈ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മള് എന്താ പറയാ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുറന്നിട്ട് അതിൽ കൂടി കുറെ ആളുകൾക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഒരാൾ ഇവിടെ അടുത്ത സമയത്ത് എങ്ങാണ്ട് രക്ഷപ്പെട്ടു അല്ലെ. ഒരാൾ രക്ഷപ്പെട്ടത് ന്യൂസ് കേട്ടായിരുന്നോ നിങ്ങള് എപ്പോഴെങ്കിലും? ഞങ്ങളുടെ നാട്ടിലൊക്കെ കേട്ടേ, നിങ്ങളുടെ നാട്ടിൽ കേട്ടോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. ഏതെങ്കിലും ഈ അടുത്ത കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ആദ്യം കേട്ടവരൊന്നുമില്ല, ന്യൂസ് ഒന്നും ഞങ്ങൾ കേൾക്കാറില്ല. ന്യൂസ് കേൾക്കണ്ട. യെസ്, എയറോപ്ലെയിനിൽ ഉണ്ടായ ഒരു ജിൻഷ കറക്റ്റ് ആണ്. അതായത് ഒരു പ്ലെയിൻ എന്താ പറയാ പ്ലെയിനിനകത്തുണ്ടായ ഇതുപോലെയുള്ള പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടാണ് തീയും പിടിച്ചു അല്ലെ. അത് വന്നിട്ട് ഒരു ബിൽഡിങ്ങിൽ തട്ടി അവിടെ വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് കയറിപ്പോയി, മാത്രമല്ല തീ പിടുത്തമുണ്ടായി. സോ ഒരേ ഒരാളാണെന്ന് അതിൽ രക്ഷപ്പെട്ടത്. ഇതുപോലുള്ള എക്സിറ്റ് ചെയ്യാനുള്ള എമർജൻസി എക്സിറ്റ് കൂടിയൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ആൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഫാക്ടറീസിലും ചെയ്യണം, അതാ പറയുന്നത്. പക്ഷെ ആ ഫയർ എക്സിറ്റിന്റെ സ്ഥലത്ത് ആ ഫയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് ഓപ്പൺ ആക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ സാധാരണ ഡോറിൽ കൂടി നമ്മൾ കയറി ഇറങ്ങി പോകുന്നത് പോലെ ഈ ഒരു ഡോറ് എപ്പോഴും ഓപ്പൺ അല്ല. അത് അത്യാവശ്യം ഇത്തരം ഘട്ടത്തിൽ മാത്രം ആണ്. അതല്ലാത്ത പക്ഷമൊക്കെ ഇറ്റ് വിൽ ബി ലോക്ക്ഡ്.
അതെപ്പോഴും അടച്ച് ഇങ്ങനെ ഇടുക. ഇനി അടച്ചു കൂട്ടിയിടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എന്താ പറയാ, ഇത് മനുഷ്യന്മാർക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പൂട്ടൊക്കെ ഇട്ട് വലിയ സെക്യൂർ ആയിട്ട് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. അല്ല, അത് ഈസി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്സിറ്റി കൂടി പെട്ടെന്ന് ആളുകൾക്ക് എല്ലാ വർക്കേഴ്സിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. പിന്നെ എന്താ പറയാ, ഒരു സ്ലൈഡിംഗ് ഡോർ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കും അകത്തേക്കും കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറാണ്. അങ്ങനത്തെ ഉണ്ടല്ലോ, ഇതിൽ കൂടി കിടക്കാം ഇതിൽ കൂടി കിടക്കാം. സോ 2-way സൈഡ് സ്ലൈഡിംഗ് ഡോർസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സൈഡിലേക്ക് കൂടി പോകാൻ പറ്റുന്ന, ഇൻസൈഡും ഔട്ട്സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഡോർ ആയിരിക്കണം. പുറത്തുനിന്നും തുറക്കാൻ പറ്റും, അകത്തുനിന്നും തുറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി അവിടെ ഫയർ എക്സിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണെന്നുള്ളത് ഈസി അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഏത് ഭാഷയാണോ ആളുകൾക്ക്, അവിടുത്തെ ആ നാട്ടിലെ ആളുകൾക്ക് വർക്കേഴ്സിന് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എന്തായാലും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടാതെ ആ നാട്ടില് ചിലപ്പോൾ എല്ലാ വർക്കേഴ്സിനും ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലെ? അപ്പൊ അവർക്ക് ഏത് ഭാഷയാണ് മനസ്സിലാക്കാൻ പറ്റുക, സോ ആ രീതിയിലും അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഇനി ഇതുപോലെയുള്ള ഫയർ ഉണ്ടായി കഴിയുമ്പോൾ അത് ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല, ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാവരും അറിയണമെന്ന് നിർബന്ധമില്ല. അത് ക്ലിയർ ആയിട്ട് ലൗഡ് വോയിസിൽ അതൊരു എന്താ പറയാ, ഒരു ഫയർ ഉണ്ടായ കാര്യത്തെ കുറിച്ച് നല്ലൊരു അനൗൺസ്മെന്റ് കൂടി കൊടുത്തിരിക്കണം. മനസ്സിലാവും, അതിനുള്ള പ്രൊവിഷൻ ചെയ്യണം. ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, എമർജൻസി എക്സിറ്റി കൂടെ വേഗത്തിൽ എല്ലാവരും പുറത്തിറങ്ങാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലും പുറത്തിറങ്ങാൻ പറ്റും, പെട്ടെന്ന് പുറത്തിറങ്ങാന്നുള്ള ഒരു ലൗഡ് ആൻഡ് ക്ലിയർ ഇൻഫോർമേഷൻ ഓൾസോ ഷുഡ് ബി പാസ്ഡ്. അതിനുള്ള പ്രൊവിഷനും ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായ? ഇനി ഫയർ ഒക്കെ എറിയുമ്പോ എന്താ പറയാ, ഈ നമ്മളുടെ ഈ ഡോറിലേക്കൊക്കെ എത്താനുള്ള പാസേജ് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. നടപ്പാതൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിലെ ഇടനാഴിയൊക്കെ ഈ ഫാക്ടറിക്കകത്ത്, അതൊക്കെ എല്ലാ വർക്കേഴ്സിനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. എല്ലാവർക്കും പെട്ടെന്ന് ഇറങ്ങിയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ പറയുന്ന എല്ലാ റൂൾസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊക്കെ തന്നെ ഫോളോ ചെയ്യണമെന്ന്. ഈ ഫാക്ടറീസ് ആക്ട് പറയുന്ന അതേ റൂൾസ് എല്ലാം ഫാക്ടറീസും ഫോളോ ചെയ്യണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പിന്നെ ദ ചീഫ് ഇൻസ്പെക്ടർ ഹാസ് ദ അതോറിറ്റി. ചീഫ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ ഫാക്ടറിയിലെ എല്ലാ കാര്യവും ഇൻസ്പെക്ട് ഒക്കെ ചെയ്യുന്ന, അവിടുത്തെ മെഷീൻസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളും വർക്കേഴ്സ് ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളും അതിന്റെ മെഷീൻസും ഒക്കെ തന്നെ ചെക്ക് ചെയ്യുന്ന ആളാണ് ചീഫ് ഇൻസ്പെക്ടർ. ആൾക്ക് ഒരു അധികാരമുണ്ട്, എന്താ, ടു ടേക്ക് ഡീറ്റെയിൽഡ് മെഷേഴ്സ്. അതായത് ഈ പറയുന്ന ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെഷർമെന്റുകളും എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ഉള്ള കാര്യമുണ്ട്. ആളാണ് അത് ചെയ്യട്ടെ എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് ആരപ്പോ? ചീഫ് ഇൻസ്പെക്ടർ. ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതകളുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യണം. ചീഫ് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ചെക്ക് ചെയ്യേണ്ട ആള് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതും സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദ ആക്ട് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ഈസ് സെറ്റ് ബൈ ദ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ ഈ പറയുന്ന നമ്മുടെ ചീഫ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ചീഫ് ഇൻസ്പെക്ടർ ക്യാൻ ഓൾസോ ആഡ് ന്യൂ പ്രൊവിഷൻസ്. ഈ ഉള്ള നിലവിലുള്ള നിയമങ്ങൾക്ക് ഉപരിയായിട്ട് വീണ്ടും പുതിയ പുതിയ നിയമങ്ങൾ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്ത് ചേർക്കാനുള്ള അധികാരവും ചീഫ് ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ടെക്നോളജി പഴഞ്ചൻ രീതികളൊക്കെ മാറി. ഇപ്പൊ ഫയറിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പുതിയ രീതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ സ്റ്റേറ്റ് പ്രൊവിഷൻസിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു അധികാരവും ചീഫ് ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ രീതി കൂടി മാത്രമാണ്, ഇതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന നിയമങ്ങൾ, ആ രീതി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പുതിയ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ എസ്കേപ്പ് ചെയ്യാമെങ്കിൽ ആ പുതിയ രീതികൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താനുള്ള അധികാരം ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. ആൾക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യത്തിന് വരുത്താം ഈ പറയുന്ന നിയമത്തിൽ എന്നുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? എനി ഡൗട്ട്സ്? മനസ്സിലായോ ഇല്ല എന്ന് പറയാ? മനസ്സിലായി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? ഞാനൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. The chief inspector has the power to, ലാസ്റ്റ് സെന്റൻസ് വെറും ഇൻസ്പെക്ടർ അല്ല, ചീഫ് ഇൻസ്പെക്ടർ നമ്മൾ ചേർത്ത് വായിക്കണം കേട്ടോ. നേരത്തെ ചീഫ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. അത് തന്നെയാണ്, ചീഫ് ഇൻസ്പെക്ടർക്ക് ഒരു അധികാരം കൂടി ഉണ്ട്. To add new provisions of escape to the existing ones.
രക്ഷപ്പെടാനുള്ള നേരത്തെയുള്ള നിലവിലുള്ള പ്രൊവിഷൻസ് കൂടാതെ പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്യാനുള്ള അധികാരം ചീഫ് ഇൻസ്പെക്ടർക്കുണ്ട്. ഇഫ് ഹി ഡസ് നോട്ട് ഫൈൻഡ് ദ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസ് ആഡക്വേറ്റ് ആയിട്ട് പുട്ട് ദ ന്യൂ വൺസ് ഇൻ റൈറ്റിംഗ്. പഴയ രീതിയൊക്കെ മാറ്റി അതിനേക്കാൾ നല്ലത് പുതിയ രീതിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയതിനെ മാറ്റി പുതിയതാക്കി എഴുതാനുള്ള അധികാരം ചീഫ് ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. മനസ്സിലായില്ലേ? അടുത്ത പറഞ്ഞേ. 39 section 39 specifications of defective parts or test of stability. ഡിഫക്റ്റീവ് പാർട്സ് എന്ന് വെച്ചാൽ ഫോൾട്ടി പാർട്സ്. ഏതെങ്കിലുമൊക്കെ മെഷീൻസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റിന്റെ ഒക്കെ ഡിഫക്റ്റീവ് പാർട്ടുകൾ എന്ന് വെച്ചാൽ എന്താ, കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മെഷീൻസ് ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാണല്ലോ. സോ അതിനൊക്കെ പല രീതിയിലുള്ള വെയർ ആൻഡ് ടിയർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഡിപ്രീസിയേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. സോ അത് എത്രത്തോളം നല്ല രീതിയിൽ അത് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നെട്ടും ബോൾട്ടൊക്കെ മുറുകി കിടക്കുകയാണോ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അപകടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. സോ ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫോൾട്ടി പാർട്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ആൻഡ് ഓൾസോ അതനുസരിച്ചിട്ട് അത് അതിന്റെയൊക്കെ ഫോൾട്ടി പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാനേജറോട് സംസാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇന്ന ഭാഗം മോശമായി കിടക്കാണ്. ഇപ്പൊ ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷീനറിയുടെ ഭാഗമായിരിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്കെച്ചൊക്കെ ഉപയോഗിച്ച് അത് ചിലപ്പോൾ ഡ്രോ ചെയ്തൊക്കെ കാണിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇന്ന രീതിയിലാണ്, ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ അതിന്റെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് അത് എങ്ങനെയൊക്കെയാ നമുക്ക് അതിനെ എന്താ പറയാ അതിൽ നിന്നും ആ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ പറ്റും, അതിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ മാനേജറെ അറിയിക്കുക. അത് കൃത്യമായിട്ട് എല്ലാ സമയങ്ങളിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോൾട്ടി പാർട്സ് ആൻഡ് ഓൾസോ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. ഇതിന്റെയൊക്കെ സ്റ്റെബിലിറ്റി, സ്ഥിരത എത്രത്തോളം ഉണ്ട് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫോൾട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് അത് എങ്ങനെയാ ഡീറ്റെയിൽഡ് ആയിട്ട് ബൈ ഡ്രോയിങ് ഓൾസോ എന്നുവെച്ചാൽ വരച്ച് കൃത്യമായിട്ട് ഇതിന്റെ സ്കെച്ചൊക്കെ വരച്ചൊക്കെ കാണിച്ച് കൊടുത്ത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് കൂടി ചോദിക്കുകയാണെങ്കിൽ, അത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് ടെസ്റ്റ് കൊടുക്കുക. നമ്മളിപ്പോ വണ്ടികളൊക്കെ ടെസ്റ്റ് കയറ്റാറില്ലേ, ഉള്ളവർ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ എന്തിനാ അങ്ങനെ കയറ്റണേ? ഒരു വെറുതെ നിയമം പോലെ അത് നിയമത്തിന് വേണ്ടി മാത്രം കേൾക്കുന്നതാണോ? എന്തുകൊണ്ട് അങ്ങനെ നിയമം വന്നു? കാരണം ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ അത് വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് വലിയ പുറമെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ അപകടങ്ങൾ അങ്ങനെയും കേൾക്കാറുണ്ട്. ഇതിന്റെയൊക്കെ പാർട്സ് എന്തെങ്കിലും സാധനം ഊരിപ്പോയതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ ചക്ക ഊരി പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗം വിട്ടു പോകുന്നതോ ചിലപ്പോൾ രണ്ടായിട്ടൊക്കെ പോകുന്നതൊക്കെ അത് ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ആ ഒരു മെഷീനറിനെ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ഓരോ പാർട്സ് അല്ലെ, ഇന്നർ പാർട്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പുറമെ കൂടി നോക്കിയാലൊന്നും മനസ്സിലാവില്ല. തേഞ്ഞ് ചിലപ്പോ നന്നായി ഡിപ്രീസിയേറ്റ് ചെയ്ത് അതിന്റെ മൊത്തത്തിൽ വിട്ട് ഒരു ഇച്ചിരി ചിലപ്പോൾ തുമ്പുമൊക്കെ ആയിരിക്കും നിൽക്കുക.
അതൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കിയില്ല എങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകും. സോ അതുപോലെ വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ഹാൻഡിൽ ചെയ്യുന്ന മെഷീൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അതിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 39 പറയുന്നത്. അപ്പൊ ആ മെഷീന്റെ ഡോക്യുമെന്റുകൾ ഉണ്ടായിരിക്കും. ഇത് ഇത്ര നാൾ കഴിയുമ്പോൾ ഇതിന്റെ പാർട്സ്, ഇത് അതിന്റെ മാനുവലൊക്കെ എടുത്ത് വെച്ച് നോക്കണം, ഇതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് ഏത് ഭാഗത്തിലാണ്. അങ്ങനെ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജർ അറിയിക്കുക. അത് എത്രയും പെട്ടെന്ന് അതിന്റെ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാനേജർക്ക് അതിനുശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? സെക്ഷൻ 39 മനസ്സിലായോ? ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി, സ്പെസിഫിക്കേഷൻ ഓഫ് ഫോൾട്ടി പാർട്സ്. ക്ലിയർ ആണോ? Okay. Yes. Then the next section, safety of buildings and machines ആണ്. Safety of buildings and machineries. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഫാക്ടറീസിലുള്ള ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഷീനറി, ഇത് if it is not in a safe manner for the employees, അതായത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന് അവർക്ക് സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ, ഇടിഞ്ഞു വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ആ മെഷീൻ ഉപയോഗിച്ചാൽ അത് അപകടസ്ഥിതിയിൽ കിടക്കുന്ന മെഷീനാണ്, അതിൽ ഹാൻഡിൽ ചെയ്യില്ല. കാരണം അത് വെച്ച് ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്താൽ അത് ഗുണത്തേക്കാളെ ഏറെ ദോഷമായിരിക്കും ചെയ്യുക. അത് ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കിടക്കാനായിട്ട് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അതിന് ഇച്ചിരി എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ മെഷീൻ, അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. മാനേജർസോ ഓണർക്കോ റിട്ടേൺ ഒരു എന്താ പറയാ കാര്യമായിട്ട് തന്നെ കൊടുക്കണം. And the management or the owner have to take necessary steps to repair or also replace. ചിലപ്പോ അത് റിപ്പയർ ചെയ്യാൻ മാത്രമുള്ളതായിരിക്കാം. എന്ന് വെച്ചാൽ ചെറിയൊരു റിപ്പയർമെന്റിന്റെ ആവശ്യമുള്ളൂ, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കറിയാം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്ന മെഷീൻസ് ഒക്കെ ഒരു 10-25 കൊല്ലം ഉപയോഗിക്കേണ്ടതാണ്. ഇടയ്ക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ വന്നു, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യാം? 25 കൊല്ലം ഉപയോഗിക്കാം, 10 കൊല്ലം ആയിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്ത് നമ്മൾ അതിനെ എടുക്കും. കാരണം വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചേക്കണം മുതലാണല്ലോ. അപ്പൊ എത്ര 10 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ, 25 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ വാങ്ങിച്ചിട്ട്, പക്ഷെ പെട്ടെന്ന് അതിനെന്തോ സംഭവിച്ചു, അത് വർക്കിംഗ് കണ്ടീഷനിലല്ല. സോ എന്ത് ചെയ്യും? നമ്മൾ വേഗം തന്നെ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കുകയാണോ? അത്രയും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിച്ച സാധനമാണ്. വീണ്ടും 10 കൊല്ലത്തിന് ശേഷം നമുക്ക് അത് വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് റിപ്പയർമെന്റ് ആവശ്യമുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് നമ്മൾ അത് ഉപയോഗിക്കും. ഇൻസ്റ്റഡ് ചിലതാണെങ്കിലോ we cannot repair at any cost. ഏത് രീതിയിലാണെങ്കിലും ഏത് കാരണത്തിലാണെങ്കിലും നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മോശം കണ്ടീഷനിലേക്ക് പോയി. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റീപ്ലേസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം, അത് മാറ്റിയിട്ട് വേറെ എടുക്കണം. അങ്ങനെയാണ് അല്ലെ? ഒരു കാലാവധി ഉണ്ട് എല്ലാത്തിനും. മനുഷ്യന്മാർക്കുള്ളത് പോലെ തന്നെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് എല്ലാ മെഷീൻസിനും ഉണ്ട്. ലൈക്ക് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു മെഷീൻ ആണ് അല്ലെ? ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്നതാ. അതിന്റെ ഇന്റേണൽ ഓർഗൻസ് നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ഹൈ എനർജറ്റിക് ആയിട്ട് ഓരോ മനുഷ്യനും ഓരോ കാര്യം ചെയ്യുക. വർഷങ്ങൾ കൂടുതൽ പോകുമ്പോ, വയസ്സ് കൂടി വരുമ്പോ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ പതുക്കെ പതുക്കെയാകാൻ തുടങ്ങും അല്ലെ? പതുക്കെയാകാൻ തുടങ്ങുമ്പോ, കാരണം ഇത് കുറെ നാളുകളായില്ലേ ഇത് ഓടാൻ തുടങ്ങിയിട്ട് മെഷീൻ, അപ്പൊ അതെന്ത് ചെയ്യും? അത് പല രീതിയിലും അത് റിഫ്ലക്ട് ചെയ്യും, റിയാക്ട് ചെയ്യും. എങ്ങനെ? പ്രായമായിട്ടോ, പണ്ടത്തെ സ്ഥിതിയല്ല, പണ്ടത്തെ രീതിയിലുള്ള ഇതിന്റെ ഇന്റേണൽ ഓർഗൻസ് നിന്റെ വർക്ക് ചെയ്യുന്നേ. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നീ നടന്നോണം, ഓടിക്കോണം, ചാടിക്കോണം. പണ്ട് മരത്തിൽ കയറിയുണ്ട് 10-12 വയസ്സുള്ളപ്പോ ആ രീതിയിൽ ഇപ്പൊ 10, 50, 62 വയസ്സാകുമ്പോ കയറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലെ? അങ്ങനെ വ്യത്യാസമുണ്ട്. ലൈഫ് വയസ്സ് അതുപോലെ തന്നെയാണ് മെഷീൻസിനും ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് ആ ഒരു ലൈഫ് ടൈമിന്റെ കഴിഞ്ഞേക്കുന്ന ഒരു സാധാരണ ഈ ഫീൽഡ് നമ്മൾ അതിട്ട് റിപ്പയർ ചെയ്തത് കാര്യമില്ല, അതിനെ റീപ്ലേസ് ചെയ്യാം. അതിനുള്ള ഇൻഫർമേഷൻസ് ആർക്ക് കൊടുക്കുക? ഇൻസ്പെക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓണറെയോ മാനേജറെയോ റൈറ്റിംഗിൽ തന്നെ എഴുതി തന്നെ കൊടുക്കുക. ഇന്ന ബിൽഡിങ്ങിന്റെ ഇന്ന ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇടിഞ്ഞു വീഴാറായി നിൽക്കുക, അവിടെ എംപ്ലോയീസ് ജോലി ചെയ്താൽ എന്തെങ്കിലും സംഭവിച്ചു അതിന്റെ അടിയിൽപ്പെട്ട് വെച്ച് പോയി എങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നിങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്തത് കൊണ്ട് അത്തരം ഡേഞ്ചറസ് സിറ്റുവേഷൻസിലുള്ള ഭാഗമായിട്ടും എംപ്ലോയീസിനെ അവിടെ ഇരുത്തി ജോലി ചെയ്യിപ്പിച്ചു. ആൻഡ് ഇതിന്റെ ഉത്തരം നമ്മൾ പറയേണ്ടി വരും, ഓർഗനൈസേഷൻ പറയേണ്ടി വരും. അതല്ല, അത്തരം ഭാഗങ്ങളിൽ പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകളെ മാറ്റി വേറെ സ്ഥലത്തെത്തി ജോലി ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ വാട്ട് എവർ ടു ഡു, ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? അത് പൊളിച്ചു കളഞ്ഞ് വേറൊരെണ്ണം സ്ഥാപിക്കണം. അതർവൈസ് വലിയ കുഴപ്പമില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ആ മെയിൻ്റെനൻസ് അത് എന്താന്ന് വെച്ചാൽ ചെയ്തു.
ഓക്കെ, അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ ഇതെല്ലാം ചെയ്യണം എന്നാണ്. സെയിം കാര്യം തന്നെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് അവര് സെയിം കാര്യം തന്നെ പറയുന്നത്. ക്ലിയർ ആയോ? സെക്ഷൻ 40 മെയിൻ്റനൻസ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ് ആണ്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. സെയിം കാര്യം തന്നെ പല രീതിയിലും മാറ്റി മറിച്ചും പറഞ്ഞിരിക്കുന്നു. സെയിം മീനിങ് ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ മീനിങ്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കാം. വലിയ പാരഗ്രാഫ് ആയിട്ട് കിടക്കുന്നുണ്ട്, ബട്ട് ഐ തിങ്ക് സെയിം തിങ് ഈസ് റിപ്പീറ്റഡ്. വായിച്ചോളൂ. മനസ്സിലായെങ്കിലും പറയണം. കഴിഞ്ഞോ വായിച്ച്? നിങ്ങൾ എസ് അല്ലെങ്കിൽ സംഭവം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നേ. സെയിം കാര്യം തന്നെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആണോ? നിങ്ങൾക്ക് വായിച്ചിട്ട് അങ്ങനെയാണ് തോന്നിയത്? വേറെ ഒന്നും പറയുന്നില്ല. സെക്ഷൻ 40 ബിൽഡിങ്ങിന്റെ സേഫ്റ്റി, മെഷീൻസിന്റെ സേഫ്റ്റി, ഇതിലേതെങ്കിലും കംപ്ലൈന്റഡ് ആണ്, കംപ്ലൈന്റ് അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ടുള്ള മെഷീൻസ്, ഫോൾട്ടി ഭാഗങ്ങള്, അത് ബിൽഡിംഗ് ആകാം, മെഷീൻസ് ആകാം. റിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക ഏത് ഭാഗമാണ്. റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി ഓണർക്കോ മാനേജ്മെന്റിനോ കൊടുക്കുക. അത് റീകൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ, റീപ്ലേസ് ചെയ്യണം. അത് മാറ്റി വേറെ സ്ഥാപിക്കണം, അത് പൊളിച്ചു കളയണം. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ അത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിന് ഉള്ളില് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്തു തരണം എന്നുള്ള കാര്യം എഴുതി തയ്യാറാക്കി തന്നെ ഇൻസ്പെക്ടർ മാനേജ്മെന്റിനെയോ ഓണറിനെയോ അറിയിക്കുക. അത്രേ ഉള്ളൂ കാര്യം. ആൻഡ് ദ ലാസ്റ്റ് വൺ സെക്ഷൻ 41 ആണ് പവർ ടു മേക്ക് റൂൾസ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം അത് ആർക്കാ കൊടുത്തേക്കണെന്ന് അറിയാം? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. The state government has the power to make the rules and regulations related to the provisions for new machines and the safety measures of workers employed in those factories. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സുരക്ഷിതത്വം, സേഫ്റ്റിയും അവരുടെ പുതിയ പുതിയ മെഷീൻസിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസും എല്ലാം ഉണ്ടാക്കാൻ, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ന് സെക്ഷൻ 41 അവസാനം പറഞ്ഞു നിർത്തിയേക്കാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ ചില ഇതിലൊക്കെ വായിച്ചിട്ടില്ലേ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഇന്ന ഇതിന്റെ ജുറിസ്ഡിക്ഷനിലായിരിക്കും, ഇന്ന പരിധിയിലായിരിക്കും, ഇന്ന ആളുടെ മാത്രം തീരുമാനത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് സെന്റൻസ് കാണാം പല സ്ഥലങ്ങളിലും, അത്തരം ചില എഗ്രിമെന്റുകളുടെ ഒക്കെ ഇടയിൽ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ സെക്ഷൻസ് നമ്മളിപ്പോ പഠിച്ചത് 11th സെക്ഷൻ തുടങ്ങി 41 വരെയാണ്. 11 to 20 വരെയുള്ളത് എംപ്ലോയീസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആയിരുന്നു. 21 മുതൽ 41 വരെയുള്ള 20 എണ്ണം നമ്മള് എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. ഇനി ഈ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പുതിയ മെഷീൻസിനെ കുറിച്ചും എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ കുറിച്ചുള്ള പുതിയ എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് പുതിയത് കൊണ്ടുവരാനുള്ള അധികാരം പൂർണ്ണമായി സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്നുള്ളത് കൂടി ആ 41 എന്ന് പറയുന്ന ലാസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പവർ ടു മേക്ക് റൂൾസ്. ക്ലിയർ ആയോ? ആ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. 41st സെക്ഷനിലാണ് പവർ ടു മേക്ക് റൂൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവസാനത്തെ സെന്റൻസ്, ദാറ്റ് മീൻസ് ആ ഒരു സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പഠിച്ചത്. രണ്ടും ഫാക്ടറീസ് ആക്ട് 1948 തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എംപ്ലോയി ഹെൽത്ത് സംബന്ധിച്ചതും എംപ്ലോയി സേഫ്റ്റിയെ സംബന്ധിച്ചതും. ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും സംശയമില്ലല്ലോ. ഗ്രീവാൻസിൽ നിന്ന് തുടങ്ങി നമ്മൾ ഈ ചാപ്റ്റർ ഗ്രീവാൻസ് മാനേജ്മെന്റിൽ നിന്ന് തുടങ്ങി ഡിസിപ്ലിൻ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസ് ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി, എങ്ങനെ ഒരു 3-4
ടോപ്പിക്കുകൾ തന്നെ ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു തീർന്നു. ഒരു ചെറിയ ടോപ്പിക് കൂടി അവിടെ റിമൈനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്കിംഗ് പ്ലേസ്. എംപ്ലോയീസിന്റെ സേഫ്റ്റി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഒരു വർക്ക് പ്ലേസിൽ എന്നതിന്റെ പ്രാധാന്യങ്ങളാണ് ഒരു 5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, 8 കൊടുത്തിട്ടുണ്ട്. ഈ 8 ഇതിപ്പോ ഞാൻ എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ബിഫോർ ദാറ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇപ്പോ ഇനി ഏത് ചാപ്റ്റർ ബാക്കിയുള്ള, ഏത് മൊഡ്യൂളാണ് ബാക്കിയുള്ള എന്ന് അറിയാനാ? ഇത് പറയാമോ? എനിബഡി? ഏതൊക്കെയോ എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല എന്നാണോ? അല്ല, അപർണ ജിൻഷൊക്കെ പറയുന്നത് 4th മൊഡ്യൂളാണ് നമ്മൾ തൊടാത്തത്. മീൻസ് ആരും ടച്ച് ചെയ്യാത്ത ഒരു മൊഡ്യൂൾ അവിടെ കിടക്കണ്ടോ? ഇല്ലേ? അല്ലെ, 4th മൊഡ്യൂളിന്റെ പേരെന്താ? ടാലന്റ് മാനേജ്മെന്റ്. യെസ്, ഈ ഒരു ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് എന്റെയും കയ്യിലിരിക്കുന്ന ഒരു അറിവ് അതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കൺഫേം ചെയ്യണം, ഇടയിൽ വേറെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ കോഴ്സ് ഏകദേശം തീരാറാകുമ്പോ അല്ലെങ്കിൽ അയ്യോ ഇത് തീർന്നില്ല, അയ്യോ അത് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്തതാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ തീർന്നു. ഈ ഗ്രീവൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അത്രയും ഭാഗം, അത് നമുക്കൊരു 15 മിനിറ്റോട് 15 മിനിറ്റ് ആവശ്യമില്ല, 10 മിനിറ്റോട് എടുക്കാവുന്ന ഭാഗ്യമേ ഉള്ളൂ. അത് ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനുള്ള ഒറ്റ ചാപ്റ്റർ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. ടാലന്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ചിലപ്പോ അത് ഞാനായിരിക്കും തുടങ്ങാം, ചിലപ്പോ ഞാൻ തുടങ്ങും, അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തുടങ്ങും. ആരുടെയെങ്കിലും വേറെയും തീരാൻ നിൽക്കുന്നുണ്ടോ ടീച്ചേഴ്സിന്റെ? ആരൊക്കെ ഉള്ളത്? സോളിസ് ആണോ ഇവിടെ ഉള്ളത്? സോണി ടീച്ചർ ഉണ്ടോ? അതല്ലേ? പിന്നെ രമ്യ മിസ്. അങ്ങനെയാണോ? ഞങ്ങൾ 3 പേരാണോ അല്ലേ? അങ്ങനെയല്ലേ? ശരി, ഓക്കെ. അപ്പൊ രമ്യ മിസ്സിൻ്റെത് ഏതായാലും തീരില്ല. രമ്യ മിസ്സിന്റെ വലിയ ചാപ്റ്റർ ആയിരുന്നു. മാത്രമല്ല രമ്യ മിസ്സിന് ഒറ്റ ക്ലാസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? യെസ്. ദെൻ പിന്നുള്ളത് സോളിക്കിസ് ആണ്. സോളിക്കിസ് ഏത് ചാപ്റ്ററിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്? Employees managing employees benefit. അതെ, 5th ചാപ്റ്റർ അല്ലേ? 5ാമത്തെ മൊഡ്യൂളല്ലേ? അത് കുറെ ഉണ്ടോ ഇനി എടുക്കാൻ? അത് കുറച്ചുകൂടെ ഉണ്ട് മാം. ഓക്കെ. അപ്പൊ ആരാണെങ്കിലും ചിലപ്പോ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ മിക്കവാറും എന്ന് പറയാനല്ല, ഞാൻ തന്നെ പറഞ്ഞേരെ, എടുത്ത് പറഞ്ഞേരെ. ബിക്കോസ് നെക്സ്റ്റ് ഇനി എന്റെ ക്ലാസ് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ എനിക്ക് തുടങ്ങാമായിരുന്നു, പക്ഷെ ട്യൂസ്ഡേ ഞാൻ ലീവാണ്. അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഞാൻ ഉറപ്പ് പറഞ്ഞേനെ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി സോളി മിസ്സിന്റെ അതിന് മുമ്പ് തീരാണെങ്കിൽ ചിലപ്പോ പുള്ളിക്കാരിയായിരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ തന്നെയായിരിക്കും. ഫ്രൈഡേ ആണ് പിന്നെ നമുക്ക്, ഫ്രൈഡേ ആണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ച് മനസ്സിലാക്കി വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററും ഇതിന്റെ ബാക്കിയും. ഓക്കെ, താങ്ക് യു മാം. മടിയില്ലല്ലോ? ഓക്കെ, താങ്ക് യു. സോ സീ യു നെക്സ്റ്റ് ഡേ. താങ്ക് യു സോ മച്ച്.